ഇലൻ, നീ വന്നിരിക്കുന്ന ദൗത്യം തുടങ്ങാൻ സമയമായിരിക്കുന്നു. ഓർക്കുക, ഇതത്രയ്ക്ക് എളുപ്പമായ ഒന്നല്ല. ഇത് നിന്റെ ജന്മകർത്തവ്യമാണ്. ഇതിൽ നീ പരാജയപ്പെടുകയാണെങ്കിൽ നിന്റെ ജീവന്റെ പാതിയെ തന്നെ നിനക്ക് നഷ്ടമാവും. ഞാൻ ഒരിക്കലും പരാജയപ്പെടില്ല പ്രഭു. എൻ്റെ കർത്തവ്യം അത് ഞാൻ നിറവേറ്റും. ഇതെന്താ? എടാ മാങ്ങാണ്ടി മോറ, താനെന്താ വിചാരിച്ച് ഞാനൊന്നും അറിയില്ലാന്നോ? അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായേ? എന്താന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലേ? നിങ്ങൾ എന്തിനാ അവനെ അങ്ങോട്ട് വിട്ടേ? കർത്താവേ, ഇവളിതെങ്ങനെ അറിഞ്ഞു? താനെന്താടോ വിചാരിച്ച് തന്റെ മോനെ എന്റെ അടുത്തുനിന്ന് മറിച്ച് വെച്ചാ ഞാൻ അറിയില്ലാന്ന് കരുതിയോ? ഡോ മനുഷ്യ, എന്റെ മോനെന്തേലും സംഭവിച്ചാണല്ലോ തന്നെ ഞാൻ വെട്ടിക്കേറി അടുപ്പിലേക്കും. എന്റെ അഞ്ജലി, നീ ഇത് ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? ഇതിപ്പോ 2026 എന്നിട്ട് ഈ അന്ധവിശ്വാസം കൊണ്ട് നീ നടക്കുകയാണോ? എടോ, അവനൊരു പ്രായപൂർത്തിയായ പക്വതയുള്ള ഒരു വ്യക്തിയാണ്. അവൻ്റെതായ ഇഷ്ടങ്ങൾ ഉണ്ടാവും. നീ അവനിങ്ങനെ പൂട്ടിയിടാൻ നിൽക്കല്ലേ. തനിക്കൊരു അമ്മേന്റെ മനസ്സിലെ വേവലാതി മനസ്സിലാവില്ല. എന്ത് പറഞ്ഞാലും വേണ്ടില്ല, എനിക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. ഇവനെന്തെയും നോക്കാത്തെ? സാധാരണ ഇങ്ങനെയല്ലല്ലോ. നീ ഇത് എവിടെയായിരുന്നു ഇന്ദ്ര? നിന്നെ ആ റൂമിൽ നോക്കിയല്ലോ, അവിടെ ഒന്നും കണ്ടില്ലല്ലോ. അവൻ ആ ടെറസിന്റെ മുകളിലുണ്ടായിരുന്നു കിടക്കുന്നേ. ഞാൻ ഇന്നലെ ആകാശം നോക്കി നിന്നതാ. പിന്നെ എപ്പോഴാന്നറിയില്ല, അവിടെ തന്നെ കടന്നുപോയി. നിന്നെ പിള്ളേരെ അന്വേഷിച്ചു വന്നിരുന്നു. ഉത്സവം കടക്കാനായില്ലമ്മേ. അതിനാ അവന്മാരെ വിളിച്ച് കുറച്ച് കമ്മിറ്റി കൂടി തീരുമാനിക്കണം. മുത്തശ്ശി ഇപ്പൊ ഫ്രീ ആണോ? എന്താ മോനോട്ട് ആ കാര്യം? മുത്തശ്ശി, ഈ സർപ്പക്കാവുകളുടെ ഐതിഹ്യം എന്താ? ഇവൻ പറഞ്ഞു മുത്തശ്ശിക്ക് അറിയാന്ന്. എന്താ മോനെ, പറഞ്ഞുതരാലോ. പഴശ്ശിരാമൻ മഴ എറിഞ്ഞുണ്ടാക്കിയ ഈ കേരളത്തിൽ പണ്ട് നിറയെ നാഗങ്ങളായിരുന്നു. ഇത് അവരുടെ ലോകമായിരുന്നു. മനുഷ്യർക്ക് ഇവിടെ താമസിക്കാനേ പറ്റിയിരുന്നില്ല. അങ്ങനെ ശിവഭഗവാന്റെ അടുത്ത് പരാതിയുമായി ജനങ്ങൾ ചെന്നു. ശിവഭഗവാൻ നാഗരാജാവുമായി കൂടിച്ചേർന്നു ഒരു ധാരണയിലെത്തി. സർപ്പങ്ങൾക്ക് താമസിക്കാൻ ഒരിടം, അവിടേക്ക് മറ്റാരും കടന്നു ചെല്ലില്ല. അവിടുത്തെ മരങ്ങളോ കാടുകളോ ഒന്നും വെട്ടില്ല. സർപ്പങ്ങളെ അവിടെ ആരാധിക്കും. മനുഷ്യർ സർപ്പങ്ങളെ ആരാധിക്കുന്നതിന്റെ പ്രതിഫലമായി അവർ അവരുടെ തറവാട്ടിന് കാവലായി നിൽക്കും. അങ്ങനെയാണ് ഓരോ തറവാട്ടിനും സർപ്പക്കാവുകൾ വന്നേ. അപ്പൊ മുത്തശ്ശി, നമ്മുടെ തറവാട്ടിന് എങ്ങനെ സർപ്പദോഷം കിട്ടി? അതങ്ങനെ ചോദിച്ചാ എനിക്കറിയില്ല. എന്റെ മുത്തശ്ശി എനിക്കൊരു കഥ പറഞ്ഞു തന്നായിരുന്നു. എന്നാ ആ സ്റ്റോറി എന്താന്ന് പറയാം മുത്തശ്ശി. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ഇവിടെ ഭരിച്ചിരുന്നത് നമ്മുടെ പൂർവികരായിരുന്നു. കിഴക്ക് അറബിക്കടൽ മുതൽ പടിഞ്ഞാറ് പശ്ചിമഘട്ടം വരെ വ്യാപിച്ചിരുന്ന ഒരു വലിയ സാമ്രാജ്യം. ഇവിടം ഭരിച്ചിരുന്നത് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു രാജാവായിരുന്നു. ചിങ്ങൾ വെട്ടിപ്പിടിക്കുന്നതിലും യുദ്ധത്തിലുമായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രദ്ധ. കരുണ എന്ന് പറയുന്നത് അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് 2 മക്കളായിരുന്നു. ഇളയവൻ രാജേന്ദ്രൻ കാണാൻ ചന്ദ്രശേഖരനെ പോലെ ഇരിക്കുന്നുണ്ടെങ്കിലും അവന്റെ സ്വഭാവം അമ്മ റാണിയുടെ പോലെയായിരുന്നു. യുദ്ധങ്ങളോടൊന്നും താല്പര്യമില്ലാത്ത വളരെ സൗമ്യമായ സ്വഭാവം. മൂത്തയാള് ആയോധനകലയിൽ കെങ്കേമൻ. അവനെ തോൽപ്പിക്കാൻ സ്വന്തം രാജ്യത്തെന്നല്ല അയൽ രാജ്യത്ത് പോലും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അത്ര കണ്ട് അഗ്രഗണ്യനായിരുന്നു
അവൻ വാൾപ്പയറ്റി. അവന്റെ പേര് ശിവേന്ദ്രൻ. ആയോധന കലയിൽ മാത്രമല്ല, സൗന്ദര്യം കൊണ്ടും അവനെ തോൽപ്പിക്കാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം ആരാണത്? അവനും വാളുമായുള്ള ബന്ധം വർഷങ്ങൾക്ക് മുൻപേ ഉള്ളതാണ്. അവന്റെ മെയ്വഴക്കം അത് നമുക്ക് കാണിച്ചു തരുന്നു. അങ്ങയേക്കാൾ മെയ്വഴക്കമുള്ളവരാളോ? ഏതായാലും നമ്മുടെ രാജ്യക്കാരനല്ല. മിത്രമേ, മെയ്വഴക്കം എന്നത് പരിശ്രമങ്ങളിലൂടെ കൈവരിക്കേണ്ട ഒന്നാണ്. ഏതായാലും നമുക്ക് അവനുമായി ഒരു പന്തയം വയ്ക്കണമെന്നുണ്ട്. ആ ശ്രദ്ധിക്കൂ, ഇപ്പോൾ തന്നെ വാൾ ദേഹത്ത് കൊണ്ടേനെ. താങ്കൾ ആരാണ്? ഇവിടെ എവിടെയും ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. എന്തൊരു അഹങ്കാരി! അങ്ങ് അവനെ രക്ഷിച്ചിട്ടും അവൻ ഒരു നന്ദി പോലും പറഞ്ഞില്ല. മിത്രമേ, അവനെ രക്ഷിക്കുക എന്നത് നമ്മുടെ കർത്തവ്യമാണ്. അതിന് നന്ദി പറയുക എന്നത് അവന്റെ താല്പര്യവും. അതിൽ നമുക്ക് ഇടപെടാൻ കഴിയില്ല. ആരാണ് നീ? നിന്റെ കണ്ണുകൾ നമ്മെ കാന്തത്തെ പോലെ ആകർഷിക്കുന്നു. നിന്റെ തീക്ഷ്ണമായ നോട്ടം നമ്മുടെ മനസ്സിൽ നിന്നും മായുന്നില്ല. കുമാര, എന്താണ് ആഗമന ഉദ്ദേശം? രാജാവ് അങ്ങേ അന്വേഷിക്കുന്നു. അങ്ങോട്ട് വരാനായി പറഞ്ഞു. പിതാവേ, അങ്ങ് നമ്മെ വിളിച്ചോ? ശിവേന്ദ്ര, നമ്മുടെ അയൽ രാജ്യങ്ങൾ സഖ്യം ചേർന്ന് നമ്മെ ആക്രമിക്കാനായി തീരുമാനമെടുത്തത് നാം അറിഞ്ഞിരിക്കുന്നു. അതിനാൽ തന്നെ നീ ഇനി ഒറ്റയ്ക്ക് പുറത്തു പോകരുത്. അത് അപകടമാണ്. കാളി, പ്രഭു. ഇത് നമ്മുടെ മൂത്ത പുത്രൻ ശിവേന്ദ്രൻ. ഇവനെ സംരക്ഷിക്കുക എന്നതാണ് നിന്റെ ഇപ്പോഴത്തെ ഉത്തരവാദിത്വം. അങ്ങയുടെ ഹിതം പോലെ. കാളി, നമുക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. നമ്മെ സംരക്ഷിക്കാൻ നമുക്ക് തന്നെ അറിയാം. അങ്ങത് പോയി അങ്ങയുടെ പിതാവിനോട് പറയൂ. അങ്ങയുടെ പിതാവാണ് നമ്മെ ഈ ദൗത്യം ഏൽപ്പിച്ചത്. ഇതാരെഴുതിയ കത്താണ്? നിന്നെ പോലെ മനോഹരമാണ് നിന്റെ കവിതകളും. ഞാൻ ആർക്കും എന്റെ കവിതകൾ വായിക്കാനായി നൽകിയിട്ടില്ലല്ലോ. എന്താണ് അനുജ ഒരു ആലോചന? ഏതേലും അപ്സരസ് അങ്ങയുടെ മനസ്സിളക്കിയോ? ജ്യേഷ്ഠ, അങ്ങിപ്പോഴാണ് വന്നത്. നമ്മുടെ മനസ്സിളക്കാനോ? അസാധ്യം തന്നെ. നമ്മുടെ മനസ്സിളക്കാൻ പാകത്തിലുള്ള ഒരാളെയും നാം ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ല. അല്ല ജ്യേഷ്ഠ, അങ്ങയുടെ സംരക്ഷണത്തിനായി പിതാവ് ഒരാളെ ഏർപ്പാടാക്കിയെന്ന് കേട്ടു. അതെ, നമുക്ക് താല്പര്യമില്ല. എങ്കിലും പിതാവിന്റെ ആജ്ഞ അനുസരിച്ചല്ലേ തീരൂ. നീ വാ, മാതാവ് അത്താഴത്തിനായി ക്ഷണിച്ചിട്ടുണ്ട്. ഇലൻ, അങ്ങെവിടെ നോക്കി നിൽക്കാനാണോ ഉദ്ദേശം? നാം ഇപ്പോൾ വരാം. ദേവലോകത്തുനിന്ന് എന്തിനാണ് നമ്മെ പറഞ്ഞു വിട്ടതെന്ന് അങ്ങ് മറക്കരുത്. അങ്ങേക്ക് ആ രാജകുമാരനെ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ചെന്ന് അദ്ദേഹത്തോട് കാര്യം അവതരിപ്പിച്ചൂടെ? എന്താണ് ആര്യൻ നീ ഇങ്ങനെ പറയുന്നത്? ഇത് നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നാം ദേവലോകത്തെ ഒരു ഗന്ധർവനാണ്, അത് സാധാരണ ഒരു മനുഷ്യനും. കൂടാതെ ഞങ്ങൾ ഇരുവരും പുരുഷന്മാരും. അസാധ്യമായ ഒരു കാര്യമാണ്. ഇലൻ, അങ്ങ് മറക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രണയം അത് ആർക്കും എപ്പോഴും ആരോടും തോന്നാവുന്ന ഒരു വികാരമാണെന്ന്. ഹേയ് കാളി, എന്താണ് കുമാര അങ്ങ് വിളിച്ചത്? നമുക്കൊരു സംശയം. അങ്ങെന്തിനാണ് ഇങ്ങനെ മുഖം മറച്ച് നടക്കുന്നത്? അങ്ങനെ നോക്കല്ലേ കാളി, അങ്ങയുടെ കണ്ണിന്റെ മൂർച്ച ഒരു അമ്പ് പോലെയാണ് നമുക്ക് തോന്നുന്നത്. നമുക്കൊരു ആഗ്രഹമുണ്ട്, അങ്ങയുടെ കൂടെ വാൾപ്പയറ്റ് നടത്തണമെന്ന്. കുമാര, അത് വേണ്ട. എന്താണ് കാളി, നമ്മെ ഭയമാണോ? ഇത്രയും ഭയമുള്ള ഒരാൾ എങ്ങനെ നമ്മെ സംരക്ഷിക്കും? അങ്ങയുടെ മെയ്വഴക്കം ഇവിടുത്തെ ചെറിയ കുട്ടികൾക്ക് പോലും അറിയാം. നമ്മെ വെറുതെ വിട്ടേക്കൂ. അങ്ങനെ വിടാൻ സാധിക്കില്ല. അങ്ങക്ക് നമ്മെ സംരക്ഷിക്കാനുള്ള ത്രാണിയുണ്ടോ എന്ന് നമുക്കറിയേണ്ടതുണ്ട്. അതിനാൽ അങ്ങ് വരൂ.
ക്ഷമിക്കണം, ഞാൻ അറിയാതെ അങ്ങയുടെ മേത്ത് വീണതാ. കുമാര, അങ്ങ് അങ്ങ് നമ്മുടെ ദേഹത്താണ് കിടക്കുന്നത്. ദയവ് ചെയ്ത് അങ്ങൊന്ന് എണീക്കണം. നമ്മോട് ക്ഷമിക്കണം കാളി, നാം അറിയാതെ വീണതാ. നമുക്കിതെന്താണ് സംഭവിക്കുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. കുമാരൻ ഇത്രയും അടുത്ത് വന്നപ്പോ എന്തിനാണ് നമ്മുടെ ഹൃദയം ഇങ്ങനെ അടിച്ചത്? എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരം ഇങ്ങനെ വിയർക്കുന്നത്? മഹാദേവ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമുക്കിതെന്താണ് പറ്റുന്നതെന്ന് ആഗ്രഹങ്ങളെ ഒന്നും മനസ്സിലാകുന്നില്ല. കാളിയോട് ഇത്തരം ഒരു വികാരം നമുക്ക് എന്തുകൊണ്ട് വരുന്നു? ഇല്ല, ഇത് പാടില്ല. നാം ഈ രാജ്യത്തിന്റെ വരുംകാല രാജാവാണ്. നമുക്കിങ്ങനെയൊന്നും തോന്നാൻ പാടില്ല. ഇത് തെറ്റാണ്. കാളി, അങ്ങ് എവിടെയായിരുന്നു? അങ്ങേ ഞാൻ എത്ര നേരമായി ഇങ്ങനെ അന്വേഷിക്കുന്നു. പൗർണമി, നീ എന്താണ് ഇവിടെ? നിന്നെ ആരാണ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? എന്നെ അമ്മായിയാണ് അങ്ങയെ കാണാൻ വേണ്ടി പറഞ്ഞു വിട്ടത്. എനിക്കൊരു സന്തോഷ വാർത്ത അങ്ങയോട് പറയാനുണ്ട്. എന്താണത്? നമ്മൾ ഇരുവരുടെയും വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. എന്ത്? എന്റെ സമ്മതമില്ലാതെ ആരാണ് ഇങ്ങനെയുള്ള തീരുമാനമെടുത്തത്? എന്താണങ്ങ് പറയുന്നത്? ഇത് ചെറുപ്പം മുതലേ ഉറപ്പിച്ചിട്ടതല്ലേ? എനിക്ക് ഇന്നും വന്നും ഒരേ വാക്കേ ഉള്ളൂ. ഞാൻ നിന്നെ ഒരു സഹോദരിയെ പോലെ മാത്രമാണ് കണ്ടിട്ടുള്ളത്. മറ്റൊരു രീതിയിലും ഞാൻ നിന്നെ കണ്ടിട്ടില്ല. പക്ഷേ ദേവ, ഞാൻ അങ്ങയെ... വിവാഹത്തെ കുറിച്ച് പറയുന്നതിനാണെങ്കിൽ പൗർണമി ഇനി നമ്മെ കാണേണ്ടതില്ല. അതാരാണ് കാളിയുമായി സംസാരിക്കുന്ന ആ പെൺകുട്ടി? മിത്രമേ, എന്താണ് കുമാര? ആരാണ് ആ പെൺകുട്ടി? നാം ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. അത് കാളി വിവാഹം ചെയ്യാൻ പോകുന്ന പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്. അങ്ങ് നോക്കിക്കോ, അങ്ങയല്ലാതെ മറ്റാരും ഞാൻ വിവാഹം ചെയ്യില്ല. മറ്റാരെ കൊണ്ടും ചെയ്യാനും സമ്മതിക്കില്ല. അങ്ങ് എന്റേതാണ്, എന്റേത് മാത്രം. പ്രഭു, തെക്ക് ദേശത്തുള്ള കള്ളന്മാരുടെ ശല്യം വർദ്ധിച്ചിരിക്കുന്നു. അവർ വീടുകൾക്കുള്ളിൽ കയറി സ്വർണവും പണവും കവർന്നെടുക്കുന്നതായി പരാതി ലഭിച്ചിട്ടുണ്ട്. കാളിയോട് ഇങ്ങോട്ട് വരാൻ പറയൂ. ഉത്തരവ് പോലെ. കാളി, തെക്കുദേശത്ത് കള്ളന്മാരുടെ ശല്യം വർദ്ധിച്ചതായി നമുക്ക് പരാതി ലഭിച്ചിട്ടുണ്ട്. നീ അവിടെയൊന്ന് പോയി അവരെ സഹായിക്കണം. ഉത്തരവ് പോലെ മഹാരാജൻ. പിതാവേ, നാമും കാളിയോടൊപ്പം പോകുന്നുണ്ട്. അത് വേണ്ട, അത് അപകടമാണ് കുമാര. പിതാവേ, നാം ഈ രാജ്യത്തിന്റെ ഭാവി രാജാവാണ്. ജനങ്ങളുടെ ചെറിയ പ്രശ്നം പോലും പരിഹരിക്കാനാവാത്ത നമ്മെ എങ്ങനെ അവർ വിശ്വസിക്കും? കാളി, എന്താണ് പ്രഭു? കുമാരനെ അങ്ങയോടൊപ്പം പോരാനുള്ള ഒരുക്കങ്ങൾ ചെയ്യൂ. ഉത്തരവ് പോലെ. ഹായ് അർമീസേ, എല്ലാവരും സേഫ് അല്ലേ? ബിടിഎസിന്റെ കംബാക്ക് ഒക്കെ ആയതുകൊണ്ട് എല്ലാവരും ഹാപ്പി ഒക്കെ അല്ലേ? എത്ര നാളത്തെ കാത്തിരിപ്പായിരുന്നു. ഏതായാലും ഞാൻ ഹാപ്പിയാണ്, നിങ്ങൾ ഹാപ്പിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, നമുക്ക് ഈ കോൺസേർട്ടൊക്കെ കാണണമെങ്കിൽ ഫോണിലൂടെ മാത്രമല്ലേ കഴിയൂ. ഒരു നാൾ നമുക്കും ഒരു അവസരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഞാൻ ഇപ്പം വന്നതല്ല, ഇനി ഇപ്പം അടുത്തൊന്നും ഞാൻ വീഡിയോ ചെയ്യൽ ഉണ്ടാവണമെന്നില്ല. വേറൊന്നുമല്ല, എക്സാംസ് ഒക്കെ എടുക്കാറായി, ഇന്റേണൽസിൻ്റെ പുറകെയാണ്. ഇനി ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ മാത്രം നിന്നിട്ടുണ്ടെങ്കിൽ അവസാനം ഞാൻ സപ്ലി അടിക്കും. അപ്പോൾ ഞാൻ കരുതി എക്സാം കഴിഞ്ഞ് ഫ്രീ ആയിട്ട് നമുക്ക് വീണ്ടും വരാമെന്ന്. പിന്നെ ടോപ്പ് ആരെ വേണമെന്നൊക്കെ ഉള്ള കമൻ്റൊക്കെ ഞാൻ കാണുന്നുണ്ട്. സോറി, ഈ സ്റ്റോറീൻ്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഓൾറെഡി അതിൻ്റെ ഒരു ഔട്ട്ലൈൻ ഞാൻ എഴുതി കഴിഞ്ഞിരുന്നു. അതിൻ്റെ ഉള്ളിലുള്ളതാണ് ഞാൻ പിന്നെ ഇങ്ങനെ ആലോചിച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ എനിക്ക് മാറ്റം വരുത്താൻ കഴിയില്ല. അതിൽ ടോപ്പ് കുക്കിയാണോ അതോ വി ആണോ എന്നുള്ളത് സ്റ്റോറി പൂർത്തിയാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ബട്ട് നെക്സ്റ്റ് സ്റ്റോറി അത് നിങ്ങൾ പറയുന്ന രൂപത്തിൽ ഞാൻ ചെയ്യും. ആര് വേണം ടോപ്പ് എന്നും കഥാപാത്രങ്ങളും കഥയുടെ സ്റ്റോറി ലൈനും ഒക്കെ നിങ്ങൾ പറഞ്ഞെന്നാൽ ആ രൂപത്തിൽ ഞാനൊരു സ്റ്റോറി ഉണ്ടാക്കിയാണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ഇത് ഞാൻ തരുന്ന വാക്കാണ്. പിന്നെ സ്റ്റോറിയെക്കുറിച്ച് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. നിങ്ങൾ സ്റ്റോറി എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു.